സാപ്പിയൻസ് അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അതുൽ രാജ്. ഓക്കെ, ഇന്ന് ഞാനിവിടെ പേഴ്സൻറ്റേജ് തുടങ്ങാൻ പോവാണ്. പേഴ്സൻറ്റേജ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം നമ്മൾ ചെയ്യും. എന്നിവിടെ നമ്മുടെ പാർട്ട് 1 ഇവിടെ തുടങ്ങുകയാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പേഴ്സൻറ്റേജ് ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ ചെയ്യുക, വേറൊരു രീതിയിലാണ് ചെയ്യുക. എളുപ്പമായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സൻറ്റേജ് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യുക നോക്കാം. അപ്പം ഇന്ന് ഞാനിവിടെ അധികം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഞാൻ ഓപ്ഷൻസ് ഇട്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്ഷൻ ഇടാത്തത്. പിന്നെ കുറച്ച് അതേ ടൈപ്പുള്ള വേറെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്ഷൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ സാപ്പിയൻസ് അക്കാഡമിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം എന്നല്ല, ഓൾമോസ്റ്റ് PYQ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം നോക്കിയേ, അപ്പൊ നമ്മൾ പറഞ്ഞു പേഴ്സൻറ്റേജ് അല്ലേ, പേഴ്സൻറ്റേജ്. ഓക്കെ, ഞാനൊരു 80 എടുക്കണം. 80ന്റെ 40% എത്രയാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് പറയും? 80ന്റെ 40%. അങ്ങനെയല്ല എഴുതുക. 80ന്റെ 40% എത്ര വരും? ഈ 0 വെട്ടിപ്പോയി, ഇവിടെ 0 പോയി, ഇവിടെ 0 പോയി. എത്ര? 8 × 4 32. 80ന്റെ 40% എന്ന് പറഞ്ഞാൽ 32 ആണ്. അതായത് ഏതെങ്കിലും നമ്പർ എക്സിന്റെ ഒരു 50%, എക്സിന്റെ 50% ഞാൻ ഇങ്ങനെ എഴുതാം അല്ലെ. എക്സിന്റെ 50% ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ ഉള്ള. അപ്പൊ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര ശതമാനം എഴുതാന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫുൾ ആവണം എപ്പോഴാണ്? അത് 100% ആവുമ്പോഴല്ലേ ഫുൾ ആവണത് അല്ലെ? 100% ആവുമ്പോഴല്ലേ ഫുൾ ആവണത്. അതായത് 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളാണ് അല്ലെ, ഫുള്ളാണ്. 100% എന്ന് പറഞ്ഞെങ്കിൽ ഫുള്ളാണ്. അപ്പൊ അതായത് ഞാൻ ഏതെങ്കിലും ഒരു നമ്പറിന്റെ അപ്പൊ നോക്കിയേ, ഞാനൊരു 90 എടുത്തെ 90ന്റെ 100% എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫുൾ അല്ലേ, അതായത് 90 തന്നെയല്ലേ. ഓക്കെ, 90ന്റെ 100% എന്ന് പറഞ്ഞാൽ 90 തന്നെയാണ്. 80ന്റെ 100% എത്രയാണ്? 80 തന്നെയാണ്. 70ന്റെ 100% എത്രയാണ്? 70 തന്നെയാണ്. അപ്പൊ ഒരു നമ്പറിന്റെ, ഒരു എക്സ് എന്ന് പറഞ്ഞ നമ്പറിന്റെ 100% അല്ലെ, എക്സ് എന്ന് പറഞ്ഞ നമ്പറിന്റെ 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എക്സ് തന്നെയാണ് അല്ലെ, എക്സ് തന്നെയാണ്. അത് ഓക്കെ ആണല്ലോ. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ടൈറ്റുള്ള പ്രോബ്ലംസ് വരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. സാധാ മെത്തേഡ് എക്സിന്റെ എത്ര ശതമാനം പറഞ്ഞാൽ എക്സിന്റെ 50% പറഞ്ഞാൽ എക്സ് ഇൻറ്റു 50/100. ഇത് സാധാ മെത്തേഡാണ്, സാധാ രീതിയാണ് അല്ലെ, നമ്മൾ യൂണിവേഴ്സിറ്റി അഡോപ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇതും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സംഭവം അല്ലെ, ഫുള്ള് നമ്മുടെ ബാറ്ററിന്റെ പേഴ്സൻറ്റേജ് ആലോചിച്ച് ഈ ഫുള്ള് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവാം. ഫുള്ള് എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് മനസ്സിലാവും, കുറച്ചുകൂടി മനസ്സിലാവും. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് 40% ഓഫ് 70? 70ന്റെ 40% എത്രയാണല്ലോ ചോദിച്ചത്. വാട്ട് ഈസ് 40% ഓഫ് 70 അല്ലെ. നമുക്ക് എന്ത് ചെയ്യുന്നു, സാധാ പോലെ ഇതാണെങ്കിൽ 70ന്റെ എന്താണ് 40%. 70ന്റെ 40% ചോദിച്ചപ്പോൾ എത്ര വരും? 0 ഇവിടെ 0 പൊട്ടിപ്പോയി, ഇവിടെ 0 എത്ര വരും? 28 വരും അല്ലെ, 28 വരും. അപ്പൊ 70ന്റെ 40% 28 ആണെന്നറിയാം. നമുക്കത് നമ്മൾ സാധാ മെത്തേഡ് ഇവിടെ ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് ഒന്ന് നോക്കിയേ. 70 എന്ന് പറഞ്ഞാൽ എന്താ? 100% ആണോ? ഒരു നമ്പർ 70 ആണ്. ആ 70ന്റെ 100% എന്ന് പറഞ്ഞാൽ 70 തന്നെയാണ്. അപ്പൊ 70 എന്ന് പറഞ്ഞാൽ 100%. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചത്? 40% അല്ല ചോദിച്ചത്. 40% ചോദിച്ചത്. 40% നമുക്കറിയില്ല, അതല്ല ചോദിച്ചത്. ഇങ്ങനെ കിട്ടി നമുക്ക്. ഇത് കിട്ടിയോ? നോക്കിയേ. ഓക്കെ, ഇനി നോക്കിയേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിക്കുന്നത് ചെയ്യാറ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇതാ വരുന്നത്, ഇതിലല്ല ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് താഴത്തിടുക. അപ്പൊ ഓക്കെ, താഴത്തിതാ വരിക 100 വരിക. ബൈ മോള് വരും 70 × 40. എത്ര വരും നോക്കിയേ. 0 ക്യാൻസലായി, 0 ക്യാൻസലായി. എത്ര വരും? 28 വരും. 28 അല്ലാതെ ഈ 28 നോക്കി, അതന്നെ ഉള്ളത്.
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ സിമ്പിൾ എന്നല്ലേ, ഇത് കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞു, ഇത് കുറേ സമയം എടുത്തില്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ സിമ്പിൾ എന്നുള്ളത്. ഓക്കെ ആണല്ലോ, മുന്നോട്ട് പോണേ. ഞാൻ വേറൊരു എക്സാമ്പിൾ വേണേ വെച്ച് കാണിച്ചുതരാം. നോക്കി, 50ന്റെ 20%, 50ന്റെ 20% നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലെ. 50-20% എത്രയാണ്? 10 പക്ഷെ നമ്മൾ മെത്തേഡ് എടുക്കുമ്പോൾ 50 എന്താ, ഈ 100% എന്ന് പറഞ്ഞാൽ 100% എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ആണ്. 100% എന്ന് പറഞ്ഞാൽ 50 എന്താ ചോദിച്ചത് നമ്മളോട്? 20% ചോദിച്ചത്. 20% എത്രയാ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. ഇതിന് എങ്ങനെ വരും? ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് താഴെ വരും. അപ്പൊ താഴെ ബൈ 100 വരും, മുകളിൽ 50 × 20 വരും, 20 വരും. 0 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 10 കിട്ടും. ഈ 10 തന്നെയാണ് ഈ 10 അല്ലെ, ഈ 10 തന്നെയാണ് ആ 10. അപ്പം നമുക്ക് ഈ രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇതാണല്ലോ എളുപ്പം ചോദിക്കും, മനസ്സിലുണ്ടാവും. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ പറയും. ഓക്കെ, നോട്ടി പോണേ. നോക്കിയേ, 15% of a number is 75. Find the number. 15% of a number is 75. Find the number. നമ്മൾ എന്ത് സാധാരണ എന്താ ചെയ്യുക അല്ലെ? ഒരു നമ്പറിന്റെ എക്സിന്റെ 15% എന്ത് വരിക? 75 വരിക. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എക്സ് കാണും. അങ്ങനെയല്ലേ? നമുക്ക് അങ്ങനെ വേണ്ട. നോക്കിയേ 15% തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 75 തന്നിട്ടുണ്ട്. 15% തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് ഫൈൻഡ് ദി നമ്പർ, അതായത് എന്താ? 100% അല്ല ചോദിച്ചത്. 100% ചോദിച്ചത്. എത്ര കണ്ടാൽ മതി? നോക്കി, ക്രോസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് താഴെ വരും അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് താഴെ വരും. അപ്പൊ 15 താഴെ വന്നു ബൈ, അപ്പൊ മുകളിൽ വരിക 100 × 75 വരും. 75 വരും. ഇത് 15 75 എത്ര പോകും? 5 വട്ടം പോലെ എത്ര വരും? 500 ആണ്. അത് 500ന്റെ 15% എത്ര വരിക? 75 വരിക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. നോക്കിയേ, 20% of a number is 40. What is 80% of the same number? ഉണ്ടോ? ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം എക്സ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും 80% കണ്ടുപിടിക്കണം. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയേ 20% എത്ര വന്നിട്ടുണ്ട്? 20% എത്ര വന്നിട്ടുണ്ട്? 40 വന്നിട്ടുണ്ട്. നമ്മളെന്താ ചോദിച്ചത്? 80% ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എത്ര ചോദിച്ചത്? നോക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് എവിടെയാ? താഴെ വരും അല്ലെ? ക്വസ്റ്റ്യൻ മാർക്കുള്ള സാധനം താഴെ വരും. മോളത് വരിക 40 × 80 വരും. 40 × 80 വരും. എത്ര വരും? 20 40 ക്യാൻസൽ ചെയ്താൽ 2 വരും. എത്ര വരാം? 160 വരും ആൻസർ. എത്ര വരും? 160 ആൻസർ വരും. കണ്ടോ? സിമ്പിൾ അല്ലേ? ഇത് മറ്റേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താ? 40ന്റെ 20% ഓഫ് നമ്പർ ഈസ് 40. നമ്പർ എക്സിന്റെ 20% ആണ് എന്ത് വരുന്നത്? 40 വരുന്നത്. എന്നിട്ട് നമ്മൾ ആ എക്സ് കണ്ടുപിടിക്കും, അതായത് നമ്പർ കണ്ടുപിടിക്കും. ആ നമ്പർ കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ നമ്പറിനെ വീണ്ടും 80% കാണും. ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ആ നമ്പർ നമുക്ക് ആവശ്യമുണ്ടോ? നമ്പർ ഏതാണ് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് 20% 40 തന്നിട്ടുണ്ട്, അത് എഴുതി. ബാക്കിയുള്ള 80% നമ്മൾ ചോദിച്ചത്. 80% എത്രയായിരുന്നു? നമ്മൾ ക്രോസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ഉണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്? ഈസി അല്ലേ? നോക്കി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, 240 is 20% less than the number. Find the number. 240 എന്ന് പറഞ്ഞാൽ 20% കുറവാണ് ഒരു നമ്പറിന്റെ. അപ്പൊ ആ നമ്പർ എന്തായാലും എന്താണ്? 100%. 100% നമ്മളോട് കാണാൻ പറഞ്ഞത് അല്ലെ? ഫൈൻഡ് ദി നമ്പർ ആണ്. നമുക്ക് എന്താ തന്നത്? 20% ലെസ് ദാൻ ദി നമ്പർ അല്ലെ? 20% ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 80% അല്ലെ? 80% എത്ര വന്നിട്ടുള്ളത്? എത്ര വന്നിട്ട്? 240 എന്നുള്ളത്. 240 എന്നുള്ളത് നമ്മൾ എന്താ ചോദിച്ചത്? നമ്പറാണ് ചോദിച്ചത് അല്ലെ? നമ്പറാണ് ചോദിച്ചത്. അതായത് 100% കാണേണ്ടത്. വീണ്ടും ക്രോസ് ചെയ്തോ? സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്തോ? ക്രോസ് ചെയ്യുന്നതിന് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് താഴെ വരണം, ഒറ്റക്ക് നിൽക്കുന്നത് താഴെ വരണം. അപ്പൊ 100 × 240 ഡിവൈഡഡ് ബൈ 80 വരും. 80 വരും. ഈ 80 240 എത്ര പോകും? 3 വട്ടം പോകും അല്ലെ? 3 വട്ടം പോകും. എത്ര വരും? 300 ആൻസർ വരും. 300 ആൻസർ വരും. സിമ്പിൾ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോകണേ. നോക്കിയേ, the difference between 22% and 33% of the same number is 341. Find the what is 20% of that number. അല്ലെ? 22%ന്റെയും 33%ന്റെയും വ്യത്യാസം അല്ലെ? ഒരു നമ്പറിന്റെ 22%, ഒരു നമ്പറിന്റെ 33% ഡിഫറൻസ് എത്ര വന്നിട്ടുണ്ട്? 341 വന്നിട്ടുണ്ട്. അങ്ങനെ ആ നമ്പറിന്റെ 20% കാണണം. നമ്മുടെ മെത്തേഡ് വെച്ച് നോക്കി.
22ന്റെയും 33% വ്യത്യാസം. അതായത് 33 മൈനസ് 22 എത്രയാ? 11 ആണോ? 11% ആണോ? ഈ 11% ഈ തന്നിക്കുന്ന 341 ആണോ? അതല്ലോ അല്ലെ? 22%ന്റെയും 33%ന്റെയും ഡിഫറൻസ് ആണ് 341. അതായത് 11% അല്ലേ 341 അല്ലെ? എന്താ നമ്മൾ ചോദിച്ചത്? 20% ചോദിച്ചു. 20% എങ്ങനെ കാണാം? 20% എങ്ങനെ? ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നു. ക്രോസ് ചെയ്യുന്നു. തനിച്ച് നിൽക്കുന്നത് താഴെ വെക്കുന്നു, രണ്ടെണ്ണുള്ളത് മുകളിൽ വെക്കുന്നു അല്ലെ? 341 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 11. 11 341 പോകൂലേ? 11 എത്ര പോവും? 3 പോവും, 31 പ്രാവശ്യം പോവും അല്ലെ? 31 പോവും. 31 × 20 എത്ര വരും? 620 വരും അല്ലെ? 620 വരും. കിട്ടിയല്ലേ ആൻസർ? സിമ്പിൾ അല്ലേ? 20% എത്ര കിട്ടിയാൽ മതി? 620 കിട്ടി. അല്ലെ? മുന്നോട്ട് പോണേ ഈസിയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A number is increased by 20% gives 480. The number is increased by 20%. 20% കൂടി, അതായത് 120% എത്ര തന്നിട്ടുള്ളത്? 480 തന്നിട്ടുള്ളത് ആണല്ലോ, ശരിയല്ലേ? നമ്പർ എത്ര വെച്ചാൽ നമ്പർ എന്താ? 100%. 100% കണ്ടാൽ പോലെ നമുക്ക് 100% കണ്ടാൽ പോലെ അല്ലേ? ക്രോസ് ചെയ്യുന്നു. എത്ര വരും? 480 ഇൻറ്റു 100 അല്ലെ? ഒറ്റക്ക് നിൽക്കുന്നത് താഴെ, രണ്ടെണ്ണുള്ളത് മോളെ. ബൈ 20, 120 അല്ലെ? 120 എത്ര പോകും? 120 420 എത്ര പോകും അല്ലെ? 12 44 പ്രാവശ്യം പോലെ. അപ്പൊ 40 എത്ര വരും? 4000. സിമ്പിൾ ആണല്ലോ അല്ലെ? വളരെ സിമ്പിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A number is decreased by 15% gives 190. ഡിക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞേ, അതായത് ഡിക്രീസ് ബൈ എത്ര? 15%. അതായത് 85% എന്ത്? 190 ആണല്ലോ. 85% എന്ത്? 190. എന്താ നമ്മൾ വെച്ച്? നമ്പർ വെച്ചപ്പോ 100% എത്ര കണ്ടാ പോരെ? വീണ്ടും ക്രോസ് ചെയ്യുന്നു നമ്മൾ. 190 ഇൻറ്റു 100 ബൈ 85 അല്ലെ? 85 ഒരു 85 190 എത്ര പ്രാവശ്യം പോകും? 2 വട്ടം പോകും. എത്ര ആൻസർ വരുന്നു? 200 കിട്ടി. നമ്പർ എത്ര കിട്ടി? 200 കിട്ടി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഇനി എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയറിലേക്ക് പോവാണ് അല്ലെ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നോക്കുകയാണ്. ഓക്കെ, 27.5% ഓഫ് എ നമ്പർ ഈസ് 11. ഒരു നമ്പറിന്റെ 27.5% എന്ന് പറഞ്ഞാൽ എന്താണ്? 11 തന്നിട്ടുണ്ട്. then the number is നമ്പർ ചോദിച്ച നമ്പർ എത്രയാ? 100% ആണല്ലേ? നമ്പർ 100% നമ്മളോട് ചോദിച്ചത്. ചെയ്തോ? ക്രോസ് ചെയ്തോ? സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്തോ? 11 ഇൻറ്റു 100 ബൈ 27.5 അല്ലെ? 27.5. ഇത് നോക്കിയേ, 27.5 അല്ലെ? 0.5 വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നമുക്ക് 0.5 എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് 0.5 വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് പോകാം, കട്ട് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എപ്പോഴും 0.5 ഇങ്ങോട്ട് ഒഴിവാക്കുക അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? 11 ഇൻറ്റു 100 ബൈ ഇവിടെ 27.5ന്റെ 0.5 ഒഴിവാക്കണത് ചെയ്യണം നമ്മൾ ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പൊ ഇൻറ്റു 10 ചെയ്താൽ എത്ര കിട്ടും? 275 കിട്ടി അല്ലെ? അപ്പൊ താഴെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ മുകളിൽ ഇൻറ്റു 10 ഉണ്ട്. ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെ വരും. ഇനി നോക്കിക്കേ അല്ലെ? 100ൽ എന്ത് ചെയ്യും? 100ൽ 25 പോവും, 275 25 പോവും. 125 എത്ര പ്രാവശ്യം പോവും? 4 വട്ടം പോവും. 275ൽ 1 ബാക്കി 25 1 വരും അല്ലെ? 11 വട്ടം. ഈ 11 നമ്മൾ ക്യാൻസൽ ചെയ്തു. 4 ഇൻറ്റു 10 വരും, എത്ര വരും? 40 വരും. ആൻസർ എത്ര കിട്ടിയേ? 40. ഓപ്ഷൻ സി 40 വരും. നോക്കിയില്ലേ? അപ്പൊ 0.5 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കണേ താഴത്തെ ഒഴിവാക്കണേ അത് മുകളിലും എന്തിനായാലും ബാധകമായിരിക്കും. ഇപ്പൊ താഴത്തെ 10 ആകുമ്പോൾ മുകളിൽ 10 ചെയ്തിട്ടോ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് ചിലവരൊക്കെ കുഴപ്പമില്ല, ചിലരൊക്കെ എന്ത് ചെയ്യും? ഈ 2.5ലൊക്കെ വന്ന് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോ, പ്രശ്നമില്ല. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം? എത്രയും നല്ലത് പോയിന്റ് ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈസി ആയിട്ട് എന്ത് ചെയ്തു? അത് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. നോക്കിയേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇഫ് 75% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 75 അല്ലെ? ഒരു നമ്പറിന്റെ 75%
75ന്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ കിട്ടുമ്പോൾ എന്താ കിട്ടി? then the result is the number itself. the result is number itself. അതേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മളെ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാൻ എങ്ങനെയാ നോക്കിയേ. നമുക്ക് എക്സ് ഒന്നും വേണ്ട അല്ലെ. നോക്കിയേ 75%ന്റെ കൂടെ ഒരു നമ്പറിന്റെ കൂടെ എന്ത് ചെയ്തു? 75 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ നമ്പർ ഇറ്റ്സെൽഫ് കിട്ടി. ആ നമ്പറിന് കിട്ടി. അതായത് എന്താ? 100% കിട്ടി. ശരിയല്ലേ? അല്ലെ? 75% ഒരു നമ്പറിന്റെ 75% കൂടെ 75 കൂട്ടിയപ്പോൾ സെയിം നമ്പർ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ അതായത് 100% അല്ലേ കിട്ടുക? ആണോ? നോക്കിയേ ഈ 75 ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് എടുത്തു, ഈ ഭാഗത്തേക്ക് എടുത്തു. അതായത് എന്ത് ചെയ്യും? 100 - 75 100% മൈനസ് 75% എന്ത് കിട്ടി? നമുക്ക് കിട്ടി. ഈ 75 കിട്ടിയില്ലേ? 75 കിട്ടിയില്ലേ? അതായത് ഞാൻ അങ്ങോട്ട് എഴുതണ്ടേ. അതായത് എന്താ? 25% എന്ന് പറഞ്ഞാലാണ് എന്ത് 75. 25% 75. എന്താ നമ്മൾ ചോദിച്ചത്? നമ്പർ ചോദിച്ചത്. അതായത് 100% അല്ല ചോദിച്ചത്. 100% അല്ല ചോദിച്ചത്. എത്രയാണെന്ന് ചോദിച്ചത്? ക്രോസ് ചെയ്തോ. ക്രോസ് ചെയ്തോ. എത്ര വരും? 75 × 100 ഡിവൈഡ് ബൈ 25 വരും അല്ലെ. 25 75 എത്ര വട്ടം പോകും? 3 വട്ടം പോകും. ആൻസർ എന്താ? 300. ഓപ്ഷൻ എ 300. നോക്കി എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മക്കളെ, ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ തന്നെ സെയിം സാധനം തന്നെ വരും. നമ്പേഴ്സ് മാറി നിന്നിട്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോകണേ. ഓക്കെ, എ നമ്പർ when increased by 47.5% gives 590. the number is increased by അല്ലെ. increased by എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യുക? കൂടണം അല്ലെ. അപ്പൊ എന്താ? 47.5 47.5% ഇൻക്രീസ് ചെയ്തു. അതായത് 147.5% എന്ത് 590 ആണല്ലോ. എന്താ നമ്മൾ ചോദിച്ചത്? നമ്പറല്ല ചോദിച്ചത്. നമ്പർ എന്താ? 100%. 100% ഇല്ലേ? 100% എത്രയാണെന്നുള്ള ചോദിച്ചത്. നോക്കിയോ, ക്രോസ് ചെയ്തോ. 590 അല്ലെ. 590 × 100 ബൈ 147.5. 147.5. ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ? ഇത് നോക്കിയേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0.5 ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. പക്ഷെ ഞാനെന്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്? ഈ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 147.5 ഈ 590 എന്തായാലും പോയിരിക്കും. ആ ഒരു കോമൺ സെൻസ് നമുക്ക് വരണം. പോകുന്ന ഉറപ്പ്. അല്ലാണ്ട് രീതിയിൽ ഇങ്ങനെ തരാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് 147.5 അല്ലെ. 147.5 590 ആണെങ്കിൽ നമുക്ക് എന്ത് ഇൻഡ് ചെയ്താൽ 5 എന്തായാലും ആവൂല. കാരണം 5 ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 500ന്റെ മുകളിൽ 47 × 5 കുറെ പോകും അല്ലെ. നമുക്കൊന്ന് 4 ഇൻഡ് ചെയ്ത് നോക്കാം. 4 എന്ത് ചെയ്ത് നോക്കാം അല്ലെ. 5 ഇൻഡ് ചെയ്താൽ വേറെ എന്താ? 0.5 × 5 ലാസ്റ്റ് 5 ആണ് വരിക. അവിടെ ലാസ്റ്റ് 5 അല്ല 0 ആണല്ലോ. ഒന്ന് 4 ഇൻഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് 1 ചെയ്ത് നോക്കാം. 5 × 4 എത്രയാ? 20 അല്ലെ. 0.0 ബാക്കി 2 വരും. 4 × 7 എത്ര? 28. 0 ബാക്കി 3 വരും. റിമൈൻഡർ 3. 4 × 4 16. 16ഉം 3ഉം 90 ഇല്ല. 90 ബാക്കി 1. 4 × 4 4 4 + 1 5 അല്ലെ. 590 ഒന്നുണ്ടോ? അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കട്ടോ. അപ്പം 147 590 എത്ര വട്ടം പോകും? 4 വട്ടം പോകും. ആൻസർ എന്താ? 4 × 100 400 വരും. ഓപ്ഷൻ എ തന്നെ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 100ന്റെ കൂടെ എന്ത് ചെയ്യുക? ആ ഇത് കൂട്ടി കൊടുക്കുക അല്ലെ. അപ്പൊ 20% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതായത് 120 വരും. 120% വരും അല്ലെ. 35% ഇൻക്രീസ് ചെയ്യുമ്പോൾ 135% വരും. ഇനി ഞാൻ കുറയാണെങ്കിലോ 20% ഡിക്രീസ് വരുമ്പോൾ 80% വരും അല്ലെ. 25% ഡിക്രീസ് വരുമ്പോൾ 75% വരും. 40% ഡിക്രീസ് വരുമ്പോൾ 60% വരും. അപ്പൊ ഇൻക്രീസ് വരുമ്പോൾ ഇൻക്രീസ് വരുമ്പോൾ 100+ഉം ഡിക്രീസ് വരുമ്പോൾ 100- വരണ്ടേ. ഓക്കെ ആണല്ലോ. മുന്നോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ടൈപ്പ് ആണ്. നോക്കിയേ. ഇഫ് 35% ഓഫ് x is equal to 40% of y, then x is to y is. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാം. നമ്മൾ ഈസി മെത്തേഡ് ചെയ്യണം. 35% ഓഫ് എന്താണ്? 35% x. അപ്പൊ ഞാൻ 35 × x എഴുതി കൂടെക്കി. 35% ഓഫ് x ആണ് 35 × x. 35% × x അല്ലെ. ഈക്വൽ ടു എന്താ? 40% × y. ഈ പെർസെന്റേജിന് ശരിക്കും ബൈ 100 ഉണ്ടാവും. ഞാൻ അത് അതേപോലെ തന്നെ പെർസെന്റേജ് തന്നെ എഴുതി അല്ലെ. ഞാൻ എന്ത് ചെയ്യാം? ഈ പെർസെന്റേജ് അങ്ങോട്ട് കട്ട് ചെയ്തു. ശരിയല്ലേ? അതായത് 35% പറഞ്ഞാൽ 35/100 ആണ് അല്ലെ. 35% 35/100 ആണ്. അവിടെ എന്താ 40% പറഞ്ഞാൽ 40/100 ആണ്. എനിക്ക് ഈ 100 വെട്ടിപ്പോടെ അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ എഴുതേണ്ട മുമ്പ് ഞാൻ പെർസെന്റേജ് തന്നെ അങ്ങോട്ട് വെട്ടിപ്പോയി അല്ലെ. അപ്പൊ 35x എന്ന് പറഞ്ഞാൽ 40y എന്നായി അല്ലെ. അതായത് x/40
y എന്ന് പറഞ്ഞാൽ എന്താ 40/35 ആണ് അല്ലെ. നമ്മൾ 5 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ എന്ത് വരും 8/7 വരും അല്ലെ. x/y 8/7 ആണെങ്കിൽ നമുക്കറിയാം എന്താ റേഷ്യോയിൽ പഠിച്ച ഓർമ്മയില്ലേ അല്ലെ. x/y എന്ന് പറഞ്ഞാൽ എന്താ x/y ആ അല്ലെ. x/y എത്ര വരും 8/7 വരും. ഓപ്ഷൻ ഡി വരും. ഓക്കെ, അപ്പൊ ഈ പെർസെന്റേജ് കണ്ട അപ്പൊ തന്നെ ബൈ 100 നിന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബൈ പെർസെന്റേജ് തന്നെ അവിടെ ഇട്ട് നോക്കുക. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോണേ. ഓക്കെ, two numbers are respectively 20% and 50% more than the third. What percentage is the first of the second എന്നാ ചോദിച്ചത് അല്ലെ. ഓക്കെ, മോർ ദാൻ ദി തേർഡ് എന്ന് വരികയാണെങ്കിൽ മോർ ദാൻ ദി തേർഡ് ആണ് തരികിട വിദ്യകളാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എളുപ്പമാണ്, പക്ഷെ ചിലർക്ക് കുറച്ച് വായിച്ചെടുത്തിട്ട് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, മോർ ദാൻ ദി തേർഡ് എന്ന് പറയുമ്പോൾ ദാൻ ദി തേർഡ് എന്ന് പറഞ്ഞ സംഭവമായിരിക്കും. അപ്പൊ തേർഡ് നമ്പർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് 100 എടുക്കേണ്ടത്. തേർഡ് നമ്പർ 100 അത് 100 ആണ് നമ്മൾ അസ്യൂം ചെയ്തു എപ്പോഴും അല്ലെ. 100 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ നോക്കിയേ, 2 നമ്പേഴ്സ് ഒന്ന് 20% കൂടുതലാണ്, മോറല്ല പറഞ്ഞേ, ഒന്ന് 50% കൂടുതൽ. അപ്പൊ അതായത് ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും 20% കൂടുതൽ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും 120 ആയിരിക്കും. സെക്കൻഡ് നമ്പർ എന്താണ് 50% കൂടുതൽ, അതായത് 150 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എന്താ നമ്മൾ ചോദിച്ചത് വാട്ട് പെർസെന്റേജ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് ആണ് ചോദിച്ചത്. വാട്ട് പെർസെന്റേജ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി പെർസെന്റ്, അതായത് സെക്കൻഡ് എത്ര ശതമാനമാണ് ഫസ്റ്റ് അല്ലെ. അതല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയണ്ട മക്കളെ, ഇങ്ങനെയൊക്കെ വാട്ട് പെർസെന്റ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് എന്നോ അങ്ങനെ പല രീതിയിൽ ചോദിക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. ഞാൻ ചെറിയൊരു തരികിട വിദ്യ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു വെക്കുക. വാട്ട് പെർസെന്റേജ് എന്ന് വരികയാണെങ്കിൽ എന്താ പറഞ്ഞാൽ വാട്ട് കഴിഞ്ഞിട്ട് പെർസെന്റേജ് ഇല്ല, വാട്ട് കഴിഞ്ഞിട്ട് പെർസെന്റേജ് വരികയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ ഓഫ് കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ഓഫോ അല്ലെങ്കിൽ ദേനോ കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും എവിടെ വരിക ഡിനോമിനേറ്ററിൽ വരിക. മനസ്സിലായോ? വാട്ട് പെർസെന്റേജ് ശ്രദ്ധിച്ചേക്കണേ. വാട്ട് പെർസെന്റേജ് നിർബന്ധമായിട്ട് വരണം. വാട്ട് പെർസെന്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഓഫോ അല്ലെങ്കിലോ ദേനോ കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും ഇവിടെ ഡിനോമിനേറ്ററിൽ വരിക. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് പെർസെന്റേജ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് അല്ലെ. ഫസ്റ്റ് വാട്ട് പെർസെന്റേജ് ആണ്. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ഓക്കെ. ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ്, ഓഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഏതാ 150 ആണ് അല്ലെ. 150 ആണ്. അപ്പൊ 150 താഴെ ഇടുന്നു അല്ലെ. ഫസ്റ്റ് ഇതാ ഫസ്റ്റ് ഓഫ് ദി സെക്കൻഡ് ആ ഫസ്റ്റ് അല്ല ഫസ്റ്റ് മുകളിൽ ഇടുന്നു. ഫസ്റ്റ് 120 അല്ലെ. 120 ഇൻറ്റു 100 ഇതാണ് കാര്യം. ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം കേട്ടോ, നമുക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, 100 എത്ര പോകും 50 എത്ര പോകും 2 വട്ടം പോകും. ഇവിടെ 3 വട്ടം പോകും. നോക്കിയേ 120 3 എത്ര പോകും 40 വർഷം പോകും അല്ലെ. 40 × 3 എത്ര വരും 40 × 2 എത്ര വരും 80 വരും. ആൻസർ എത്ര വരും 80 വരും. ഓപ്ഷൻ സി വരും. നോക്കി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നോക്കിയേ 20 is what percentage of 25? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ 20 is what percentage of 25 അല്ലെ. 20 is വാട്ട് പെർസെന്റേജ് വന്നു. ഓഫ് അതിന്റെ നമ്പർ ആണുള്ളത് താഴെ വരിക. അപ്പൊ 25 താഴെ വരണം. 25 ഇവിടെ എന്ത് വരണം 20 മുകളിൽ വരണം. ഇൻറ്റു 100 വരും. എത്ര വരും 4 വട്ടം എത്ര വരും ആൻസർ എത്ര വരും 80%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞാ നോക്കിയേ. ഇതേ ടൈപ്പ് തന്നെ വാട്ട് പെർസെന്റേജ് ഇങ്ങനെ എഴുതണ്ടേ. വാട്ട് പെർസെന്റേജ് ഓഫ് 40 is 50? വാട്ട് പെർസെന്റേജ് ഓഫ് 40 is 50? ഇതങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാണല്ലോ. വാട്ട് പെർസെന്റേജ് വന്നാൽ ഓഫ് കഴിഞ്ഞ നമ്പർ ഏതാണോ അത് താഴെ വരണം. അപ്പൊ 40 താഴെ വരുന്നു, 50 മേലെ വരുന്നു. ഇൻറ്റു എന്ത് വരുന്നു 100 എത്ര വരും 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 വന്നു, ഇവിടെ 5 വരും, ഇവിടെ 2 വരും അല്ലെ. 25 എത്ര വരും 125 വരും. എങ്ങനെ ചെയ്തെന്ന് ഞാൻ കൂടുതൽ വിവരിക്കില്ല. മനസ്സിലായില്ലേ? കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻ നോക്കിയേ. വേറെ ക്വസ്റ്റ്യൻ തരാം. നോക്കിയേ വാട്ട് പെർസെന്റേജ് ഈസ് 130 of 390? What percentage is 130 of 390?
390. ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കിയേ, വീണ്ടും വാട്ട് പെർസെൻറ്റേജ് വന്നു, വാട്ട് പെർസെൻറ്റേജ് വന്നു. ഓഫ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കണം. താഴത്തെ ഒരു 390 താഴെ വരും, മുകളിൽ 130 വരും, ഇൻറ്റു 100. നോക്കിയേ 390 3 വട്ടം പോലെ അല്ലേ, 3 വട്ടം പോകും അല്ലേ, 3 വട്ടം എത്ര വരും, 100/3 എത്ര വരും, 33.33%. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ വാട്ട് പെർസെൻറ്റേജ് വരികയാണെങ്കിൽ ഒന്നുകിൽ ഓഫോ അല്ലെങ്കിൽ ദേനോ കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കണം എന്ത് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഒരു തരികിട വിദ്യയാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. നോക്കിയേ, ഇതാണ് ക്വസ്റ്റ്യൻ. 2 numbers A and B are less than a third number by C by 50% and 32% respectively. ലെസ് ദാൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ലെസ് ദാൻ ആണ് അല്ലേ. അപ്പൊ ദാൻ വന്നിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാൻ എ തേർഡ് നമ്പർ, ദാൻ വന്നിട്ടുള്ള വരുന്ന നമ്പർ ആയിരിക്കും എന്ത് 100%. ഇവിടെ C ആണെന്ന് വരിക, 100% അല്ലെ, C ആണ് 100%. ഞാൻ പറഞ്ഞല്ലോ ദാൻ കഴിഞ്ഞ് വരുന്ന നമ്പർ ആയിരിക്കും ഇത് 100%. ലെസ് ദാൻ തേർഡ് നമ്പർ C, അപ്പൊ C ആണ് 100% എടുത്തു. ഓക്കെ, എയും ബി ഉണ്ട്. എ എത്ര പറഞ്ഞിട്ടുണ്ട്, 15% കുറവാണ് അല്ലെ, എ 15%. അപ്പൊ എ എത്രയാ, 85%. ആദ്യം നോക്കുക, ഒന്നുകൂടി പറഞ്ഞ, അതായത് 2 number A and B are less than a third number C, അല്ലെ, ലെസ് ദാൻ എ തേർഡ് നമ്പർ. അപ്പൊ തേർഡ് നമ്പർ C ആണ് നമ്മൾ 100 എടുക്കേണ്ടത്. 100% ആയിപ്പോയി, 100 ആണ് എടുക്കേണ്ടത് കേട്ടോ, 100 എടുക്കേണ്ടത്. 100 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അടുത്ത് നോക്കിയേ, എ എന്താ 15% കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ എ എത്ര വരും, 85 വരും. എ എത്ര വരും, 85 വരും. ബി എത്ര വരും, 32% കുറവ്. 100ന്റെ 32% കുറവ് എന്ന് പറഞ്ഞാൽ എന്താ, 68 അല്ലെ, 68 വരും. അപ്പൊ നമുക്ക് സി കിട്ടി, എ കിട്ടി, ബി കിട്ടി. ക്വസ്റ്റ്യൻ നോക്കിയേ, ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് നമ്പർ ബി ലെസ് ദാൻ നമ്പർ എ അല്ലെ. വായിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്താ ചോദിച്ചത്, ബി എന്ന നമ്പർ എ എന്ന നമ്പറിനേക്കാളും എത്ര ശതമാനം കുറവാണ് എന്നാ ചോദിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു തരികിട വിദ്യ ഉണ്ട്. നോക്കിയേ, വാട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓഫോ ദേനോ വരാണെങ്കിൽ അല്ലെ, അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും എന്ത് ഒരു അടിയിൽ വരിക. അവിടെ എന്താ ദേന വന്നു, ദേൻ നമ്പർ എ ആണ് താഴത്ത് വരേണ്ടത്. ഇപ്പോൾ 85 വരും. മോൾ 68 ആണോ വരേണ്ടത്, 68 ആണോ വരേണ്ടത്, അല്ല. കാരണം എന്താ, ലെസ് ദാൻ തന്നിട്ടുണ്ട്. അതായത് 85ന്റെയും 68ന്റെയും ഡിഫറൻസ് ആണ് മുകളിൽ വരേണ്ടത് അല്ലെ. അപ്പൊ എത്ര വരും, 85 68 ഡിഫറൻസ് എത്രയാ, 17 അല്ലെ. 17/85 ഇൻറ്റു 100. 1785 എത്ര വട്ടം പോകും, 5 വട്ടം പോകും അല്ലെ, 5 വട്ടം പോകും. അത്ര വരും 20% ആൻസർ എ. ഓക്കെ ആണല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കുക. നോക്കിക്കോ, അതായത് 2 numbers A and B are less than a third number C by 15% ആണ് 32 number. ലെസ് ദാൻ എ തേർഡ് നമ്പർ, ആകുമ്പോൾ ആ തേർഡ് നമ്പർ ആയിരിക്കും എന്ത് 100 എടുക്കുക. 100 നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു അല്ലെ, ഓക്കെ. നോക്കി, ഇനി എന്താ എ ഫസ്റ്റ് നമ്പർ എന്താ 15% ആണ് കുറവ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ വരും 85 വരും. സി എത്ര വരും, ബി എത്ര വരും, 32% കുറവ്. അതായത് ബി എത്ര വരും, 68 വരും. ബൈ വാട്ട് പെർസെൻറ്റേജ് കഴിഞ്ഞ് വരുന്ന ദാനോ ഓഫോ കഴിഞ്ഞ് വരുന്ന നമ്പർ ആയിരിക്കും താഴെ വരേണ്ടത്. എ ആണ് താഴെ വരേണ്ടത് അല്ലെ. അപ്പൊ 85 മുകളിൽ എത്ര വരേണ്ടത്, ഇപ്പൊ നേരിട്ടിട്ടാണ് എന്ത് ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ബി ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ആണെന്നുണ്ട്, ബി ഈസ് എ എന്ന് പറയുന്നതാണെങ്കിൽ ബി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 68 ഇടാം അല്ലെ. ലെസ് ദാൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, മനസ്സിലായി. അതായത് ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് നമ്പർ ബി ഓഫ് എ എന്ന് തരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് എന്ത് ചെയ്യാം 68 ഇടാം. ഇവിടെ ലെസ് ദാൻ തന്നുമ്പോൾ എന്ത് ചെയ്യാം, അത് തമ്മിലുള്ള വ്യത്യാസം കാണണം അല്ലെ, ഡിഫറൻസ് കാണാം. അപ്പൊ 85 - 68 ഇൻറ്റു 100 ചെയ്യണം. അങ്ങനെ എത്ര വരും നോക്കിയേ അല്ലെ, 17/85 ഇൻറ്റു 100 വരും. അപ്പോൾ 17/85 എത്ര വരും അല്ലെ, 5 പോകും അല്ലെ. 75 1785 5 വട്ടം പോകും. 100/5 എത്ര വരും, 20% വരും. 20% ഓപ്ഷൻ എ വരും. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചെയ്തു. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യുക, നമ്മുടെ പെർസെൻറ്റേജിന്റെ
ഫസ്റ്റ് പാർട്ട് കേട്ടോ, ഫസ്റ്റ് പാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ടൈപ്പ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഈസി മെത്തേഡ് അല്ലെ, നമ്മൾ ബാറ്ററിന്റെ ചാർജ് ഒളിച്ച് വെക്കുക, 100% ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലെ. ഈ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. കുറച്ചും കൂടി പാർട്സ് ഉണ്ടാവും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർസെന്റേജ് നന്നായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യുക, മോക്ക് എക്സാം ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.